നമസ്കാരം. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്കില്ല. അവസാന നിമിഷം വീണ ജോർജിൻ്റെ യാത്രയ്ക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് അവർ ഇപ്പോൾ യാത്ര ഉപേക്ഷിച്ചിരിക്കുന്നത്. അവർ മാധ്യമങ്ങളോട് പറയുന്നത് അവിടെ പോയി ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മലയാളികളുണ്ട്, അവരെയൊക്കെ സന്ദർശിക്കണം, അതിനുവേണ്ട നടപടികൾ അവിടെ ഏകോപിപ്പിക്കണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും എംബസി പ്രതിനിധികളുമുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുണ്ട്, മലയാളികളുടെ കൂട്ടായ്മകളുണ്ട്, ഇന്ത്യക്കാരുടെ കൂട്ടായ്മകളുണ്ട്. ഈ അവസാന നിമിഷം നാളെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്ന ആ പ്രക്രിയ നടക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം ഇപ്പോൾ വീണ ജോർജിന് അനുമതി നിഷേധിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കാര്യങ്ങൾ സ്ഥിരീകരിച്ച് വരുന്നതേയുള്ളൂ. എന്തായാലും വീണ ജോർജിൻ്റെ കുവൈറ്റ് യാത്ര റദ്ദാക്കിയിരിക്കുന്നു. അവസാന നിമിഷം റദ്ദാക്കി. അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതാണ് കുവൈറ്റിലേക്ക് പോകുന്നതിനായിട്ട്. അവർ ജീവൻ ബാബു IAS തുടങ്ങിയ പ്രമുഖ ഉദ്യോഗസ്ഥരുമൊക്കെ കൂടെയുണ്ടായിരുന്നു. അവസാന നിമിഷമാണിപ്പോൾ വീണ ജോർജിൻ്റെ യാത്ര റദ്ദാക്കിയതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. അവർക്ക് അവിടെ പോയി കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും അവിടുത്തെ മലയാളികളെയും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും ഒക്കെ കാണാനും ഉള്ള ഒരു അവസരമാണ് കേന്ദ്രം നിഷേധിച്ചത് എന്ന് ഒരു പരാതി രൂപത്തിൽ, വിമർശന രൂപത്തിൽ വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനും മറ്റ് പരിപാടികൾക്കുമൊക്കെ പോകുന്നതാണ്. അതിനൊക്കെ അനുമതി കൊടുക്കുന്നുണ്ട്. താൻ ഈ ഒരു അവസാന നിമിഷം തനിക്ക് അനുമതി നിഷേധിച്ചതിൽ, കേന്ദ്രം അനുമതി നിഷേധിച്ചതിൽ ശക്തമായ പ്രതിഷേധമാണ് അവർ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകുന്നില്ല. നേരത്തെ രമേശ് ചെന്നിത്തല ഈ അവസാന നിമിഷം കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്തിനാണ് അവിടെ പോകുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അവിടെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചു, ആൾക്കാരെയൊക്കെ തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അത് ഇന്ത്യൻ എംബസിയും കുവൈറ്റ് എംബസിയുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം വിമാനം അവിടെ എത്തും. നാളെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരും. അവസാന നിമിഷം എന്തിനാണ് വീണ ജോർജ് പോകുന്നത്? അത് ദുരന്തങ്ങളെപ്പോലും ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രിയും സർക്കാരും കാണുന്നത് എന്ന ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. എന്തായാലും വീണ ജോർജ് കുവൈറ്റിലേക്കില്ല. അവസാന നിമിഷം കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്നു. അവരുടെ യാത്ര റദ്ദാക്കിയിരിക്കുന്നു.